എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചിന്താമണി മാർക്കറ്റിലാണ്, കർണാടകയിലുള്ള പശു മാർക്കറ്റിൽ കേട്ടോ. എല്ലാം നല്ല അടിപൊളി HFന്റെ ഹൈബ്രിഡ് പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണേ. അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഇതിപ്പോ മാർക്കറ്റിന്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെ അത്യാവശ്യം ആളുകളും പശുക്കളൊക്കെ ഉണ്ട്. എന്താ പറയാ, ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്. എല്ലാം തന്നെ HFന്റെ തന്നെ ഹൈബ്രിഡ് പശുക്കളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1.50, 1.60, 1.70 ഒക്കെ വരും. 2-ന് മേളിൽ പോണ പശുക്കളുണ്ട്. ഇതേ കാണുന്ന പശുക്കളൊക്കെ എങ്ങനെയാണ് നോക്കിയാൽ നല്ല അടിപൊളി പശുക്കളെല്ലാം നോക്കി. ഇപ്പൊ ഇതേ അവിടെ ശക്തി എണ്ണ അവിടെ ഇപ്പുണ്ട്, ശക്തി എണ്ണ അവിടെ നിൽപ്പുണ്ട്. ഇത് ശക്തി എണ്ണ കച്ചവടം നടത്തുന്നുണ്ട്. ഇതാ ഇനി അടുത്ത കാഴ്ച നമുക്ക് കാണാം. അവിടെ പിടിയും വിലയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റ് നടക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇപ്പൊ നടക്കണേ. ഇവിടെ ഇപ്പൊ എവിടെ നോക്കിയാൽ ഇതുപോലത്തെ നല്ല HFന്റെ ഹൈബ്രിഡ് പശുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ഇവിടെ ആദ്യമായിട്ടല്ല വന്നത്. ഒരു കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഞാൻ ഈ ഒരു ചിന്താമണി മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. 6 മാസമായിട്ടും ഇതേ ക്വാളിറ്റിയുള്ള പശുക്കൾ തന്നെയാണ് എല്ലാ ആഴ്ചയും സൺഡേയിലാണ് നമുക്ക് ഈ മാർക്കറ്റ് ഉള്ളത്. അത്യാവശ്യം പശുക്കളുണ്ട്, നല്ല പശുക്കളുണ്ട്, ഹെവി പശുക്കളുണ്ട്. ഹെവി പശുക്കളെ ഉള്ളൂ കേട്ടോ, ഹെവി പശുക്കളെ ഉള്ളൂ. ഇവിടെ വന്ന സൺഡേ ഒക്കെ ഞാൻ എന്താ പറയാ ലൈവ് ഇടാറുണ്ട്. കുറച്ചധികം പശുക്കളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ കാണുന്ന പശുക്കൾ എങ്ങനെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കണം, നിരന്ന് ഉണ്ടാക്കി സെറ്റ് പശുക്കളല്ലേ. എല്ലാം അടിപൊളി പശുക്കളാണ് ഇവിടെ ഉള്ളത്. കർണാടക ടീംസ് തന്നെയാണ് കൂടുതൽ വന്നത്, അതല്ലാതെ തമിഴ്നാട് ആളുകളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള. ഇതിപ്പോ ഒരു ജർമ്മൻ ബ്രീഡ് കയറി വന്നിട്ടുള്ള പശുവാണത്. എങ്ങനെ നോക്കിയേ, സൂപ്പർ പശു അല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പശു ഇപ്പുണ്ട്. നമുക്ക് ഏത് തെരഞ്ഞെടുക്കും എന്നൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ വന്നുള്ള ഇതാണ്, അങ്ങനെയാണ്. അതായത് ഒരെണ്ണമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടൂല. കാണുന്നതിൽ ഇത് കൊള്ളാലോ, ഇത് അതിൽ നല്ലതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകും. കാരണം അമ്മാതിരി സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു HF ഹൈബ്രിഡ് പശു കാണിച്ചു തരാൻ പോണത്. ഈ കാണുന്ന പശു എങ്ങനെ നോക്കിയേ, ഓ അടിപൊളി പശു അല്ലേ. ഈ കാണുന്ന വെള്ളക്കൊമ്പൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ കേട്ടോ. എങ്ങനെയുണ്ട് നോക്കിയേ, സൂപ്പർ പശു അല്ലേ. ഈ പശു എങ്ങനെയുണ്ട് നോക്കിയേ, നല്ല, ഇത് ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. അതുകൊണ്ടാണ് ആ താഴെ ഇങ്ങനെ ഒരു നീര് കണ്ടോ, ആ പശുവിന് താഴെയായിട്ട് നീര് കണ്ടോ, ആ നീര് കിടക്കുന്നത് മിക്കവാറും ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. ഇതുപോലെ ഈ നീര് പാടുക കേട്ടോ. ഇത് പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന നീരാട്ടോ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല. അത് കുറച്ച് കഴിയുമ്പോൾ ചുങ്ങും. ഇതിനൊക്കെ ഒരു 22-23 ലിറ്റർ പാല് കിട്ടും കേട്ടോ. ഇതിപ്പോ അടുത്തൊരു പശുവിനെ കണ്ടോട്ടോ, നല്ല സൂപ്പർ പശുവാണ്. നല്ല ഹൈറ്റും വെയിറ്റുള്ള പശു കേട്ടോ. നല്ല അത്യാവശ്യം മടിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കറുത്ത കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, മിക്കവാറും 2ാം പ്രസവമാണ് സാധ്യതയുള്ളൂ. ശരിക്കും എന്താ പറയാ, ഇതുപോലുള്ള പശുക്കളെ, ഇത്രയും ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളെ വാങ്ങണമെങ്കിൽ, സൗത്ത് ഇന്ത്യ വാങ്ങണമെങ്കിൽ നമ്മള് ഇവിടെ തന്നെ വരണം, അല്ലെങ്കിൽ പഞ്ചാബിൽ പോകേണ്ടി വരും കേട്ടോ. അത്രയും ദൂരമൊന്നും പോകാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇവിടെ കർണാടക വരെ വരാം. കർണാടകയിൽ വന്നിട്ട് ഇതുപോലുള്ള HFന്റെ ഹൈബ്രിഡ് പശുക്കൾ തന്നെ വാങ്ങാം. ഈ പശു ഫസ്റ്റ് ലാക്ടേഷൻ ആണത്, പ്രസവിക്കാറായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഏകദേശം ഒരു ഫുൾ ബ്ലാക്ക് കേട്ടോ. ഏകദേശം ഒരു ഫുൾ ബ്ലാക്ക്, ഒരു 99% ഫുൾ ബ്ലാക്ക്. ഇവിടെ തന്നെ ഉണ്ടാവുന്ന കരിമ്പാണേ, നല്ല വലിയ കരിമ്പട്ടോ, നല്ല മധുരം ഉണ്ടാവും. ഇനി അടുത്ത പശുക്കളെ കാണാം നമുക്ക്. ഇത് മാത്രമൊന്നല്ല കേട്ടോ, കുറെ അങ്ങോട്ട് ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ കുറച്ചധികം പശുക്കൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഏകദേശം ഒരു ഫുൾ ബ്ലാക്ക് ഇവിടെ നിൽപ്പുണ്ട്. ഇതും ഫുൾ ബ്ലാക്ക് ആണ്. അവിടെയും കുറെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം നല്ല HFന്റെ തന്നെ ഹൈബ്രിഡ് പശുക്കൾ, പ്യുവർ ബ്രീഡ് അല്ല, സോറി, ഹൈബ്രിഡ് പശുക്കളാണ്. ഇവിടെ വന്നാൽ വാങ്ങാതെ നമ്മൾ പോവില്ല, അമ്മാതിരി കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഇപ്പൊ ഇവിടെ റേറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. റേറ്റ് ഞാൻ പറയാം. 1.40 മുതലാണ് റേറ്റ് വന്നത്. 1.40 മുതൽ 1.75, 90 വരെ പറയുന്നുണ്ട്. പിന്നെ അത് ഒരെണ്ണമായിട്ട് വാങ്ങുമ്പോൾ കേട്ടോ അങ്ങനെ റേറ്റ് ഇട്ടാ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് കുട്ടികളാണ്. കുട്ടികളുടെ റേറ്റ് ഞാൻ പറയാം, കണ്ടോളൂ. അപ്പോൾ ഈ കാണുന്ന കുട്ടികളെ കണ്ടോ, ഇതിപ്പോൾ ഒരു 8 മാസം, 6 മാസം തൊട്ട് 8 മാസം വരെ ഉള്ളൂ. ഇതിന്റെ റേറ്റ് വന്ന് 20,000 രൂപ കേട്ടോ. അപ്പൊ ഇനി അടുത്ത് കാണാൻ പോണത് നല്ല അടിപൊളി കുട്ടികളെയാണ്. ഇതാ കുട്ടികളുടെ സെക്ഷൻ അവിടെ വന്നിരിക്കട്ടോ. യൂട്യൂബ് ചാനൽ ഗൊത്തിയാ സിരിതാ കണ്ടോട്ടാ.
ഇത് 1 വയസ്സായുള്ള കുട്ടികളുണ്ട്, ഇത് 10 മാസമായ കുട്ടികളുണ്ട്. ഈ കാണുന്നതൊക്കെ 1 വയസ്സുള്ള. ഇതിന് ഒരു പറയുന്നത് ഇതിന് 40,000 രൂപയാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് കണ്ട, ഇത് 1 വയസ്സായ കുട്ടിയാണ്. അതും 1 വയസ്സ്, ഏകദേശം 1 വയസ്സ്, ഒരു 10 മാസമൊക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്പുറമൊക്കെ നിൽക്കുന്നത് 4 മാസം 6 മാസം പ്രായമുള്ളതാണ്. അതിനൊക്കെ 20-25,000 രൂപ വരെ വരും കേട്ടോ. ഇത് കാണുന്നതൊക്കെ 6 മാസമുള്ളതാണ്. ഇത് 1 വയസ്സുള്ളതിന് 40,000 രൂപയാണ്. ഇപ്പോൾ ഇവിടെ ഇത് വാങ്ങിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. ഈ വണ്ടിയോട് ചേർത്ത് കെട്ടിയതെല്ലാം വാങ്ങിച്ച് നിർത്തിയേക്കാണത്. ഈ 1 വയസ്സുള്ളതിന് 40,000 രൂപ. പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് 1.5 വയസ്സുള്ളതിന് ഇവർ ചോദിക്കുന്നത് 60,000 രൂപയാണ് കേട്ടോ. ചോദിക്കുന്ന വില 60,000 രൂപയാണ്. നല്ല ബ്രീഡ് കുട്ടികളാണ്. ഇതാ ഈ കുട്ടികളെ കണ്ടോ, ശരിക്കും നല്ല കാൽപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള ശരിക്കും നല്ല ബ്രീഡ് കുട്ടികൾ. ഇത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ബ്രീഡ് കുട്ടികൾ. ഇവർ വളർന്നു വന്നു കഴിഞ്ഞാൽ നല്ല പാല് കിട്ടും. ഇതാ ഈ കാണുന്നത് ഇപ്പോൾ 1 വയസ്സേ ഉള്ളൂ കേട്ടോ. 1 വയസ്സുള്ള കുട്ടിയെ കാണുന്നത് എന്നോട് നോക്കിയേ, സൂപ്പർ കുട്ടിയല്ലേ. ഇതുപോലത്തെ കുട്ടികളെ വാങ്ങണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി, നമ്മുടെ ചിന്താമണിയിൽ. പിന്നെ വാങ്ങുമ്പോൾ ഒരെണ്ണമായിട്ട് വാങ്ങരുത് കേട്ടോ, നഷ്ടമായിരിക്കും. നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഭയങ്കര ചിലവ് കൂടുതലായിരിക്കും. നമ്മൾ ഒരു 4-5 ഒരുമിച്ച് വാങ്ങുക. അതായത് ഇപ്പോൾ 3-4 കർഷകർക്കോ അങ്ങനെ വല്ല ഒരുമിച്ച് വാങ്ങുക. ഇതുപോലെയുള്ള നല്ല കുട്ടികളെ വാങ്ങുക, നല്ല സൂപ്പർ കുട്ടികളെ വാങ്ങുക കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ല നല്ല ബ്രീഡിങ് നമുക്ക് ആവശ്യമാണ്. ഇതാ ഈ കാണുന്ന കുട്ടിയൊക്കെ നോക്കിയാ സൂപ്പർ കുട്ടിയല്ലേ. ഇതുപോലത്തെ കുട്ടികളെ ഇവിടെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പഞ്ചാബി പോകേണ്ടത്. ഇവിടെ എല്ലാം നിൽക്കണമെങ്കിൽ ഏകദേശം ഒരേ പ്രായമുള്ളവരാ. എല്ലാം 1.5 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഈ നിൽക്കുന്നത്. 60,000 രൂപയാണ് ഈ കാണുന്ന ഒരു കുട്ടിക്ക് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കുട്ടികളുടെ വില നിലവാരം. എങ്ങനെയുണ്ട്? ഞാനാണെങ്കിൽ നല്ല തിക്കിലും തിരക്കിലും പെട്ടുപോയി. അപ്പോൾ കർണാടക ചിന്താമണി മാർക്കറ്റിന്റെ, അതായത് ഓഗസ്റ്റ് 9-ാം തീയതി ഉള്ള മാർക്കറ്റ് ആണ് ഇപ്പോൾ കാണിച്ചത്. ഇതിൽ എല്ലാത്തിനും വിലയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇത് എല്ലായിടത്തും പോയി ചോദിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ചോദിച്ചു, നമ്മുടെ ലൈവിൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എടപ്പറമ്പിൽ ഫാംസിന്റെ ലൈവില് വില ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതും അവരുടെ അടുത്ത് പോയിട്ട് വില ചോദിക്കുമ്പോൾ അവർക്ക് മുഖം മാറും, സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വില ചോദിക്കാത്തത്. അപ്പം അതുകൊണ്ട് ഞാൻ റേറ്റ് പറഞ്ഞു. കാരണം റേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. 1.40 മുതൽ 1.90 വരെ ഉള്ള പശുക്കളാണ് ഉള്ളത്. പിന്നെ 2-ന് മേലുള്ളതുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. 2-ന് മേലുള്ള പശുക്കളുണ്ട്. പക്ഷെ 2-ന് മേലുള്ള പശുക്കളടുത്ത് എന്താ പറയുക, ഭയങ്കര റേറ്റ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കാണിക്കാഞ്ഞേ. അപ്പോൾ ഇതാണ് നമ്മുടെ കർണാടക ചിന്താമണി മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അപ്പോൾ എടപ്പറമ്പിൽ ഫാംസ് 2.0യുടെ പുതിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.